ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ യൂണിവേഴ്സിറ്റി LGSന്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അതായത് നമ്മൾ GK പഠിച്ചു തുടങ്ങിയാണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ എന്ന് പറയുന്ന ആ മൊഡ്യൂളില് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പം നോക്കാം. 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്. ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. സതി നിരോധനത്തിന് ബെൻഡിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് രാജാ റാം മോഹൻ റോയ്. സതി നിരോധനത്തിന് ബെൻഡിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ രാജാ റാം മോഹൻ റോയ്. നോക്കൂ, ഒരു ബെൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ തുടക്കമാണ് അല്ലെ. അപ്പം സതി നിരോധിച്ചു എന്ന് പറയുന്ന പുതിയൊരു തുടക്കമാണ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. സതി നിരോധനത്തിന് ബെൻഡിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് രാജാ റാം മോഹൻ റോയ്. ബ്രഹ്മസമാജം രൂപീകരിച്ചത് രാജാ റാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം രൂപീകരിച്ചത് ആരാണ്? രാജാ റാം മോഹൻ റോയ്. 1828ലാണ് ബ്രഹ്മസമാജം രൂപീകരിക്കുന്നത്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം. ആരുടെ വാക്കുകൾ? രാജാ റാം മോഹൻ റോയ്. ഈ കോഡ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് ആരാണ്? രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാ റാം മോഹൻ റോയ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർക്കാൻ ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർക്കാൻ ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ്? ജ്യോതി റാഫുലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു പുതിയ നമ്മുടെ മനസ്സിൽ ഒരു ജ്യോതി ഉദിച്ചു എന്ന് വിചാരിക്കുക. ആർക്ക് വേണ്ടി? 12 വയസ്സുള്ള കുട്ടികൾക്ക് അല്ലെ. അവരുടെ മനസ്സിൽ എപ്പോഴും എന്തായിരിക്കും? ഒരു പ്രകാശമായിരിക്കും. അപ്പൊ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആരെയാണ് ഓർമ്മ വരേണ്ടത്? ജ്യോതി റാഫുലെ. ജ്യോതി റാഫുലെ. സത്യശോധക് സമാജ് രൂപീകരിച്ചത് ആരാണ്? ജ്യോതി റാഫുലെ. സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതി റാഫുലെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. സർ സയ്യദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. അടുത്തത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ആരുടെ വാക്കുകൾ? സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ആരുടെ വാക്കുകളാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ആരുടെ വാക്കുകൾ? സ്വാമി വിവേകാനന്ദൻ. എന്താണ് പറയുന്നത്? മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ ആണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? വിവേകാനന്ദൻ. വിശ്വ സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകനാണ് വിവേകാനന്ദൻ. എന്താണ്? വിശ്വ സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകൻ ആരാണ്? വിവേകാനന്ദൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകൃതമായ വർഷം 1886
1955 ഡിസംബർ 28. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28. INCയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു WC ബാനർജി. INCയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. INC രൂപീകരണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരനാണ് AO ഹ്യൂം. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വാക്കുകൾ? WC ബാനർജി. മിതവാദി ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1885 മുതൽ 1905 വരെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ INC സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 1885 അല്ലെ. അന്ന് മിതവാദികളെന്നും തീവ്രവാദികളെന്നും ഉള്ള രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും മിതവാദി ദേശീയത എന്നറിയപ്പെടുന്നത് 1905 വരെയുള്ള കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ്? ബംഗാൾ വിഭജനം നടക്കുന്നതും തുടർന്ന് തീവ്ര ദേശീയത ആരംഭിക്കുന്നതും ഒക്കെ 1905 മുതലാണ്. ഓക്കെ, മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1885 to 1905. മിതവാദികളായ ദേശീയ നേതാക്കൾ ആരെല്ലാമായിരുന്നു? ദാദാഭായ് നവറോജി, ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവർ മിതവാദികളായ ദേശീയ നേതാക്കളായിരുന്നു. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? റിസ്ലെ ആയിരുന്നേ. ഓക്കെ, അപ്പം ആഭ്യന്തരം പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് അറിയാലോ അല്ലെ. സേനാ വിഭാഗങ്ങളാണ് ഈ ആഭ്യന്തരം എന്ന ഘടകത്തിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ റെസ്ലിംഗ് എന്നൊക്കെ യുദ്ധം, ഫോഴ്സ് എന്നൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് റിസ്ലെ എന്നുള്ള പേര് ഓർത്തിരിക്കുക. അപ്പൊ 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? റിസ്ലെ ആയിരുന്നു. ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭുവാണ്. ആരാണ്? കേഴ്സൺ പ്രഭുവാണ്. 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ഒരു പോർഷൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ബ്രഹ്മസമാജം രൂപീകരിച്ചത് രാജാറാം മോഹൻ റായ്. ജാതി നോക്കൂ, ഇതില് പറയുന്ന കോഡ്സ് ഒരു 5-6 കോഡ്സ് ഉണ്ട്. അപ്പൊ അത് വൃത്തിയായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. അത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. അപ്പൊ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം. ആരുടെ വാക്കുകൾ? രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റായ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർക്കാൻ ആര്യ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകനാണ് ജ്യോതിറാവ് ഫുലെ. സത്യശോധക് സമാജ് ആരംഭിച്ചത് ജ്യോതിറാവ് ഫുലെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് എന്തായാലും പഠിച്ചിരിക്കാം. അടുത്തത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, അതായത് പിന്നീട് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറപ്പെട്ട മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ആരുടെ വാക്കുകൾ? സർ സയ്യദ് അഹമ്മദ് ഖാൻ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ആരുടെ വാക്കുകൾ? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്ഥാപിതമായത് 1897. വിശ്വ സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകനാണ് വിവേകാനന്ദൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതായത് INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. എവിടെയായിരുന്നു ആദ്യ സമ്മേളനം? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. INCയുടെ ആദ്യ അധ്യക്ഷനാണ് WC ബാനർജി. INCയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. INC രൂപീകരണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരനാണ് AO ഹ്യൂം. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വാക്കുകൾ? WC ബാനർജി. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ്. മിതവാദികളായ ദേശീയ നേതാക്കൾ ആരെല്ലാമായിരുന്നു? ദാദാഭായ് നവറോജി, ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവർ. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജി. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു റിസ്ലെ. ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭുവാണ്. വർഷം 1905. ഇന്ത്യയിൽ
തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന്. ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന്. തീവ്ര ദേശീയതയുടെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ആരൊക്കെയാണ് ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടത്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് 1906 ധാക്കയിൽ വെച്ചാണ്. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് 1906 ധാക്കയിൽ വെച്ച്. അഗാ ഖാൻ, നവാബ് സലീമുള്ള ഖാൻ എന്നിവരായിരുന്നു ഇതിന്റെ നേതാക്കൾ. INC-യിൽ മിതവാദികൾ തീവ്രവാദികൾ തമ്മിൽ പിളർപ്പുണ്ടായ വർഷം 1907 സൂററ്റ് സമ്മേളനം. INC-യിൽ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ടുള്ള ഒരു പിളർപ്പ് ഉണ്ടായത് 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ്. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരായിരുന്നു ബാലഗംഗാധര തിലകും ആനി ബസന്റും. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാരെല്ലാമായിരുന്നു? ബാലഗംഗാധര തിലക്, ആനി ബസന്റ്. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893. ഐറിഷ് വനിതയാണ് ആര്? ആനി ബസന്റ്. ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916. മിതവാദികൾ തീവ്രവാദികൾ യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ഓക്കെ, ഇതുവരെയുള്ള പോർഷൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന്. തീവ്ര ദേശീയതയുടെ ലാൽപാൽ കൂട്ടുകെട്ട് എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് 1906 ധാക്കയിൽ വെച്ച്. അഗാ ഖാനും നവാബ് സലീമുള്ള ഖാനുമായിരുന്നു നേതാക്കൾ. INC-യിൽ മിതവാദികൾ തീവ്രവാദികൾ തമ്മിൽ ഒരു പിളർപ്പുണ്ടായത് 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ്. എന്നാൽ അവർ ഒത്തുചേർന്ന സമ്മേളനം ഏതാണ്? 1916 ലക്നൗ സമ്മേളനം. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകും ആനി ബസന്റും ചേർന്നാണ്. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916. അടുത്തത് 7ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമായി വരുന്ന ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത് ആരാണ്? ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഗാന്ധിയൻ കാലഘട്ടം, അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ 3ാം കാലഘട്ടം എന്നറിയപ്പെടുന്ന ഗാന്ധിയൻ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? 1919 മുതൽ 1947 വരെയായിരുന്നു. 1919 മുതൽ 1947 വരെയായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഗാന്ധിജി ഈ പ്രസ്ഥാനത്തിലൊക്കെ കടന്നു വരുന്നത് തന്നെ 1919 എന്താണ്? കരിനിയമം അല്ലെ? കരിനിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലൂടെയാണ് ഗാന്ധിജി നമ്മുടെ ദേശീയ പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ മറക്കരുത്. അടുത്തത്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയത് എപ്പോഴാണ്? തിരിച്ചെത്തിയ ദിനം 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ മാർഗത്തിനായി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഗാന്ധിജി നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സമരം, ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടി. ആദ്യത്തെ സമരമാണ് ചോദിക്കുന്നത്. ആദ്യത്തെ സമരം അടിവരയിട്ട് തന്നെ പഠിക്കാം. ഗാന്ധിജി നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ സമരം, ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടി. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുത്തത്. ഗാന്ധിജി ഗുജറാത്തിലെ ഗേഡയിൽ നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് 1918. ഗാന്ധിജി ഗുജറാത്ത്
ഗുജറാത്തിലെ ഗേഡയിൽ നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് 1918. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് നിയമം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് നിയമം. 1919 റൗലറ്റ് നിയമമാണ് കരി നിയമം എന്ന് അറിയപ്പെടുന്നത്. ഈ പ്രക്ഷോഭത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഗാന്ധിജി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിയൻ കാലഘട്ടം 1919 മുതലാണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരി നിയമമായി ആചരിച്ച ദിനം എന്നാണ് 1919 ഏപ്രിൽ 6. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരി നിയമം ആചരിച്ച ദിനം 1919 ഏപ്രിൽ 6. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ കൂട്ടം കൂടിയത് ആരുടെ അറസ്റ്റിനെ പ്രതിഷേധിക്കാനായിരുന്നു? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു. എന്താണ്? ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ കൂട്ടം കൂടിയത് ആരുടെ അറസ്റ്റിനെ പ്രതിഷേധിക്കാൻ ആയിരുന്നു? ആരുടെ അറസ്റ്റിനെ പ്രതിഷേധിക്കാനായിരുന്നു? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. എങ്ങനെ ഓർത്തിരിക്കാം? വിഷു ഒക്കെ വരുന്നത് നമുക്ക് ഏപ്രിൽ 14 ആയിട്ടാണ് അല്ലെ. അപ്പൊ അതിന്റെ തലേന്ന് എന്ന് ഓർത്തിരിക്കുക, കണക്ട് ചെയ്യുക. ഓക്കെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയ പദവിയാണ് കൈസർ എ ഹിന്ദ്. എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയ പദവിയാണ് കൈസർ എ ഹിന്ദ്. ഓക്കെ, നോക്കാം. നമുക്ക് ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ. ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1947 വരെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് 1915 ജനുവരി 9. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ മാർഗത്തിനായി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഗാന്ധിജി നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സമരം. ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഗുജറാത്തിലെ ഗേഡയിൽ നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് 1918. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്താനും വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്ന നിയമമാണ് റൗലറ്റ് നിയമം. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം റൗലറ്റ് നിയമത്തിനെതിരായി കരിദിനമായി ആചരിച്ച ദിനമാണ് 1919 ഏപ്രിൽ 6. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ കൂട്ടം കൂടിയത് ആരുടെ അറസ്റ്റിനെ പ്രതിഷേധിക്കാനായിരുന്നു? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയ പദവിയാണ് കൈസർ എ ഹിന്ദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പങ്കുവഹിച്ച മൈക്കിൾ ഒഡെയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ച ധീര ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പങ്കുവഹിച്ച മൈക്കിൾ ഒഡെയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ച ധീര ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ദിനം 1940 ജൂലൈ 31. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ദിനം 1940 ജൂലൈ 31. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ, അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി അറിയപ്പെട്ടിരുന്നത് ഖലീഫയാണ്. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അഥവാ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി അറിയപ്പെട്ടിരുന്നത് ഖലീഫ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർപക്ഷത്തായിരുന്ന തുർക്കി സാമ്രാജ്യത്തിനെതിരെ ഖലീഫയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികളിൽ പ്രതിഷേധിക്കാൻ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. രൂപം കൊണ്ടത് എപ്പോഴാണ്? 1920. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർപക്ഷത്തായിരുന്ന തുർക്കി സാമ്രാജ്യത്തിനെതിരെ അതായത് ഖലീഫയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികളിൽ പ്രതിഷേധിക്കാൻ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ പ്രധാന നേതാക്കളായിരുന്നു അലി സഹോദരന്മാർ, മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി.
ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. റൗലറ്റ് നിയമത്തിനെതിരായി സമരത്തിന്റെ ഭാഗമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ആര്? ഗാന്ധിജിയാണ്. റൗലറ്റ് നിയമത്തിനെതിരായി സമരത്തിന്റെ ഭാഗമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ഗാന്ധിജിയായിരുന്നു. ഖിലാഫത്ത് ദിനമായി ഇന്ത്യയിലുടനീളം ആചരിച്ചത് 1919 ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനമായി ഇന്ത്യയിലുടനീളം ആചരിച്ചത് 1919 ഒക്ടോബർ 17. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരം ഏതായിരുന്നു? നിസ്സഹകരണ സമരം. ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞ സമരമാണ് നിസ്സഹകരണ സമരം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരം ഏതായിരുന്നു? നിസ്സഹകരണ സമരം 1920. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൊൽക്കത്തയിൽ നടന്ന പ്രത്യേക സമ്മേളനം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1920 കൊൽക്കത്ത സമ്മേളനം. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലെ വാക്കുകൾ: ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലെ വാക്കുകളാണിത്. ഏതാണ്? ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്ന ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ: വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം, പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിക്കൽ. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്ന ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് വിദേശ ബഹിഷ്കരണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം, പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിക്കൽ. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്ന ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് ഖാദി പ്രചരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, ഹിന്ദു മുസ്ലിം ഐക്യം. എന്താണ്? നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്ന ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഖാദി പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, ഹിന്ദു മുസ്ലിം ഐക്യം. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1921 മലബാർ കലാപമാണ്. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1921 മലബാർ കലാപമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1920 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവ് മൗലാന ഷൗക്കത്ത് അലി ആരാണ്? മൗലാന ഷൗക്കത്ത് അലിയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1920 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നത്. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരായിരുന്നു? വടക്കേ വീട്ടിൽ മുഹമ്മദ്. മലബാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട നേതാക്കളാണ് അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. മലബാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതിന് ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട നേതാക്കളാണ് അലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാഗൺ കൂട്ടക്കൊല, വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. 1921 നവംബർ 10 വാഗൺ കൂട്ടക്കൊല നടന്നത്. വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 72. വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 72. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച സർപ്പദവി ഉപേക്ഷിച്ച രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പങ്കുവഹിച്ച മൈക്കിൾ ഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചത് ആരാണ്? ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനി അഥവാ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി അറിയപ്പെട്ടത് ഖലീഫയാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർപക്ഷത്തായിരുന്ന തുർക്കി സാമ്രാജ്യത്തിനെതിരെ ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടിയിൽ പ്രതിഷേധിക്കാൻ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. റൗലറ്റ് നിയമത്തിനെതിരായി സമരത്തിന്റെ ഭാഗമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയത് ഗാന്ധിജിയായിരുന്നു. ഖിലാഫത്ത് ദിനമായി ഇന്ത്യയിലുടനീളം ആചരിച്ചത് 1919 ഒക്ടോബർ 17. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന മുന്നേറ്റമാണ് നിസ്സഹകരണ സമരം, അല്ലെങ്കിൽ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം 1920. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1920 കൊൽക്കത്ത സമ്മേളനം. പ്രത്യേക സമ്മേളനമാണിത്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലെ വാക്കുകളാണ്: ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്ന ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം, പദവികളും ഉദ്യോഗങ്ങളും ഉപേക്ഷിക്കൽ.
നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി നടന്ന ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഗാന്ധി പ്രചരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, ഹിന്ദു മുസ്ലിം ഐക്യം. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1921 മലബാർ കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1920 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവാണ് മൗലാന ഷൗക്കത്ത് അലി. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം 1920. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദ്. മലബാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട നേതാക്കളാണ് അലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്ന വാഗൺ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10. വാഗൺ ട്രാജഡിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 72 പേരാണ്. 72 പേർ. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ ലഹള. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ ലഹള. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്ന് എങ്ങോട്ടാണ് കയറ്റി അയച്ചത്? കോയമ്പത്തൂരിലേക്കാണ് കയറ്റി അയച്ചത്. പോത്തന്നൂരിൽ വെച്ച് ഈ ദാരുണ സംഭവം ശ്രദ്ധയിൽപ്പെട്ടു. അതായത് മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്ത ആളുകളെ ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് അയച്ചത്. എന്നാൽ വഴിമധ്യേ പോത്തന്നൂരിൽ വെച്ച് എന്താണ് ഈ വാഗൺ ട്രാജഡി ഉണ്ടായി അല്ലെ? ഈ ദാരുണ സംഭവം ശ്രദ്ധയിൽപ്പെട്ടു. നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെക്കാനിടയായ സംഭവം 1922 ഫെബ്രുവരി 4 ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവമാണ്. എന്താണത്? ചൗരി ചൗര സംഭവത്തിൽ പോലീസുകാർ കൊല്ലപ്പെട്ട എത്ര പേര്? 22 പേര്. കലാപകാരികൾ എന്ത് ചെയ്തു? ചൗരി ചൗരിയിലുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു അല്ലെ? എന്നിട്ട് അവിടുത്തെ പോലീസുകാർ ചുട്ടുകൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെക്കാനിടയായ സംഭവം ഏതായിരുന്നു? 1922 ഫെബ്രുവരി 4 ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയുള്ള സവർണജാഥ നടന്നത് 1924 നവംബർ 1. റാണി സേതുലക്ഷ്മി ബായിക്ക് നിവേദനം സമർപ്പിച്ചു. പൊതു ഇടങ്ങളിലെ ഐത്താചാരണത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. നോക്കൂ, ഓരോന്നും തുടങ്ങുമ്പോൾ തന്നെ INCയിലെ എന്താണ് അതിന്റെ പ്രമേയം അവതരിപ്പിക്കും അല്ലെ? എന്നിട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ സമ്മേളനം ഒക്കെ കൂടിയിട്ടാണ് അതൊക്കെ തുടങ്ങുന്നത്. അങ്ങനെയുള്ള സമ്മേളനമാണ് നേരത്തെ പറഞ്ഞ 1920 കൊൽക്കത്ത സമ്മേളനവും ഇപ്പോൾ പറയുന്ന 1929 ലാഹോർ സമ്മേളനം. ഓക്കെ, അപ്പൊ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാനായിട്ട് പോവുകയാണ് 1930. അതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്തു? ലാഹോർ സമ്മേളനം നടത്തിയില്ലേ? INC ഒരു സമ്മേളനം നടത്തി 1929 ലാഹോറിൽ വെച്ച്. ഓക്കെ, അതായത് കുറെ പഠിച്ചു വന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടാവും. പക്ഷെ തുടക്കക്കാർക്ക് ഇത് അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ? സിവിൽ നിയമലംഘന സമരം, അതായത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. എന്താണിത്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ വാക്കുകളാണിവ? ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. സബർമതി മുതൽ ദണ്ഡി കടപ്പുറം വരെ ഗാന്ധിജിയെ അനുയായികളും കാൽനടയായി സഞ്ചരിച്ച ആകെ ദൂരം 375 കിലോമീറ്റർ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചിരിക്കാം. സബർമതി മുതൽ ദണ്ഡി കടപ്പുറം വരെ ഗാന്ധിജിയും അനുയായികളും കാൽനടയായി സഞ്ചരിച്ച ദൂരമാണ് 375 കിലോമീറ്റർ. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിയത് 1930 ഏപ്രിൽ 5. 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന സമരം നടത്തിയത് 1930 ഏപ്രിൽ 6. ഗാന്ധിജി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന സമരം നടത്തിയത് 1930 ഏപ്രിൽ 6. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്ന മലയാളികളാണ് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ നിയമലംഘന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ കെ മാധവൻ നായർ, ഇ. മൗലവി.
കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ് പയ്യന്നൂർ, കോഴിക്കോട്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, പി കൃഷ്ണപിള്ള. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ള. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ്, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലു. നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലു. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ ലഹള. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്ന് എങ്ങോട്ടാണ് കയറ്റി അയച്ചത്? കോയമ്പത്തൂരിലേക്ക്. പോത്തന്നൂരിൽ വെച്ച് ഈ ദാരുണ സംഭവം ശ്രദ്ധയിൽപ്പെട്ടു. നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെക്കാനിടയായ സംഭവം 1922 ചൗരി ചൗര സംഭവം, ഫെബ്രുവരി 4. ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924. സവർണജാതിക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നടത്തിയത് 1924 നവംബർ 1 റാണി സേതുലക്ഷ്മി ബായിക്ക് നിവേദനം സമർപ്പിച്ചു. സവർണജാതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. പൊതുയിടങ്ങളിൽ അയിത്താചരണത്തിനെതിരായി ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏതു സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ? സിവിൽ നിയമലംഘന സമരം, അതായത് ഉപ്പ് സത്യാഗ്രഹം. ഏതാ വർഷം? 1930. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം 78. സബർമതി മുതൽ ദണ്ഡി കടപ്പുറം വരെ ഗാന്ധിജിയും അനുയായികളും കാൽനടയായി സഞ്ചരിച്ച ആകെ ദൂരം 375 കിലോമീറ്റർ. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിയത് 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന സമരം നടത്തിയത് 1930 ഏപ്രിൽ 6. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്ന മലയാളികളാണ് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, അല്ലെ, നമ്മുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി. കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി എന്നിവർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു പയ്യന്നൂരും കോഴിക്കോടും. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു പയ്യന്നൂർ, കോഴിക്കോട് എന്നിവ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, പി കൃഷ്ണപിള്ള. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, പിന്നെ പി കൃഷ്ണപിള്ള എന്നിവർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. എവിടെ? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലു. ആരെയാണ്? റാണി ഗൈഡിലു. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയായ 13 വയസ്സുകാരിയാണ് റാണി ഗൈഡിലു. ആരാണ് റാണി ഗൈഡിലു? ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിന്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയായ 13 വയസ്സുകാരിയാണ് റാണി ഗൈഡിലു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. 1932 പൂന സന്ധി ആരൊക്കെ തമ്മിലായിരുന്നു? ഗാന്ധിജിയും അംബേദ്കറും. പൂന സന്ധി ആരെല്ലാം തമ്മിലായിരുന്നു? ഗാന്ധിജി, അംബേദ്കർ. വർഷം 1932. പൂന സന്ധി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടീഷുകാർ അധസ്ഥിതർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്യാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് പൂന സന്ധി എന്ന് പറയുന്നത്? അതായത് പൂന സന്ധി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാർ അധസ്ഥിതർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഗാന്ധിജി സമ്മതിച്ചില്ല. അതിനെ സന്ധി ചെയ്യുകയുണ്ടായി. അതാണ് എന്ത്? പൂന സന്ധി. ആരെല്ലാം തമ്മിലായിരുന്നു? ഗാന്ധിജിയും അംബേദ്കറും തമ്മിലായിരുന്നു
ഓക്കെ, 3 വട്ടമേശ സമ്മേളനങ്ങളിലും അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? അംബേദ്കറാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അംബേദ്കർ ആയിരുന്നു. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ്. നോക്കൂ, ഇതിൽ വർഷങ്ങൾ മാറിപ്പോവരുത്. നമ്മൾ വട്ടമേശ സമ്മേളനം, ഈ വട്ടം എന്ന് പറയുമ്പോൾ തന്നെ 1930 ആ 0 ഓർമ്മ വരേണ്ടത്. 1930 ആദ്യത്തെ വട്ടമേശ സമ്മേളനം, രണ്ടാമത് 31, മൂന്നാമത് 32. ക്ലിയർ അല്ലേ? വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമാണ്. 1931 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ഏതാ വർഷം? 1942. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ച ജയിലാണ് പൂനെയിലെ അഗാഖാൻ പാലസിലെ ജയിൽ. എവിടെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത്? അഗാഖാൻ ജയിലിലാണ്. എവിടെയാണ് അഗാഖാൻ ജയിൽ? പൂനെയിലെ അഗാഖാൻ പാലസിലാണ് ഈ ജയിൽ. കസ്തൂർബ ഗാന്ധി അഗാഖാൻ ജയിലിൽ വെച്ച് മരണപ്പെട്ടത് 1944 ഫെബ്രുവരി 22. കസ്തൂർബ ഗാന്ധി അഗാഖാൻ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. ഏത് വർഷം? 1944 ഫെബ്രുവരി 22. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുണ ആസിഫ് അലി വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുണ ആസിഫ് അലി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഹർത്താൽ ആചരിച്ച ദിനം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ചോദിച്ചാൽ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഹർത്താൽ ആചരിച്ചത് 1942 ഓഗസ്റ്റ് 9. അതുകൊണ്ട് തന്നെ ക്വിറ്റ് ഇന്ത്യ ദിനം നമ്മൾ ഓഗസ്റ്റ് 8 ആചരിക്കുന്നു. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് നടന്ന ഹർത്താലിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കൾ ആരെല്ലാമായിരുന്നു? MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളുവമ്മ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കുറച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അവരാരെല്ലാമാണ്? ഈ ഹർത്താലിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കൾ MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളുവമ്മ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA എന്ന ആശയം ആരുടേതാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗിൻ്റെതാണ്. ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA എന്ന ആശയം ആരുടേതാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. INA സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. ആശയം ക്യാപ്റ്റൻ മോഹൻ സിംഗിൻ്റെതാണ്. എന്നാൽ INA സ്ഥാപിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസിൽ നിന്ന് INAയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. INAയിൽ ഝാൻസി റാണി റെജിമെന്റ് ആരംഭിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. INAയിൽ ഝാൻസി റാണി റെജിമെന്റ് ആരംഭിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. INAയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ മോചനം. INAയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ മോചനം. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? നേതാജി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? നേതാജി. INAയുടെ വനിതാ വിഭാഗം, അതായത് ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവായിരുന്ന മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. INAയുടെ വനിതാ വിഭാഗം, അതായത് ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവായിരുന്ന മലയാളി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളെ നിയമലംഘന സമരത്തിന്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയായ 13 വയസ്സുകാരിയാണ് റാണി ഗേഡിലു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്
1931. പൂനെ സന്ധി 1932. ഗാന്ധിജി അംബേദ്കറും തമ്മിലായിരുന്നു. പൂനെ സന്ധി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് അധസ്ഥിതർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്യാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അംബേദ്കറാണ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമാണ് 1931. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. അതായത് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കാനായിട്ട് കോൺഗ്രസ് INC എന്ത് ചെയ്തു? ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു അല്ലേ. ആ സമ്മേളനത്തിലാണ് ഈ പ്രമേയങ്ങൾ അവതരിപ്പിക്കാം. അതുപോലെ നമ്മൾ പറഞ്ഞു അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചു അല്ലേ. അത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ച ജയിൽ പൂനെയിലെ അഗാഖാൻ പാലസിലെ ജയിലായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ച ജയിൽ ഏതാണ്? പൂനെയിലെ അഗാഖാൻ പാലസിലെ ജയിൽ. കസ്തൂർബ ഗാന്ധി അഗാഖാൻ ജയിൽ വെച്ച് മരണപ്പെട്ടത് 1944 ഫെബ്രുവരി 22. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന അരുണാസഫലിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഹർത്താൽ ആചരിച്ചത് 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് നടന്ന ഹർത്താലിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളാണ് MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളുവമ്മ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്നറിയപ്പെടുന്ന INA എന്ന ആശയം ആരുടേതാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. INA സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസിൽ നിന്ന് INAയുടെ നേതൃത്വം ഏറ്റെടുത്ത സുഭാഷ് ചന്ദ്രബോസ്. INAയുടെ ഝാൻസി റാണി റെജിമെന്റ് ആരംഭിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. INAയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ മോചനം. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. എന്നാൽ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? നേതാജി. INAയുടെ വനിതാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെന്റ്. അതിന്റെ നേതാവായിരുന്ന മലയാളി ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. 26-ാം വയസ്സിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട INA അംഗമായിരുന്ന മലയാളിയാണ് വക്കം അബ്ദുൾ ഖാദർ. മുഹമ്മദ് അബ്ദുൾ ഖാദർ എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൾ ഖാദറാണ് 26-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട INA അംഗമായ മലയാളി. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട സമ്മേളനമാണ് 1940 ലാഹോറിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനം. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട സമ്മേളനമാണ് 1940 ലാഹോറിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിവ. എന്താണ് പറഞ്ഞത്? വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. മഹാത്മാ എന്നറിയപ്പെടുന്നത് ഗാന്ധിജി. മഹാത്മാ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നേതാവാണ് അയ്യങ്കാളി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഒന്ന് റിവൈസ് ചെയ്യാം. 26-ാം വയസ്സിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട INA അംഗമായിരുന്ന മലയാളി വക്കം അബ്ദുൾ ഖാദർ. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട സമ്മേളനം 1940 ലാഹോറിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനം. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. മഹാത്മാ എന്നറിയപ്പെടുന്നത് ഗാന്ധിജി. മഹാത്മാ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നേതാവാരാണ്? അയ്യങ്കാളി. അടുത്തത് 10ാം ക്ലാസ്സിലെ പാഠം 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. ഇത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന
ഭാഗത്ത് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് തന്നിരിക്കുന്ന ഒരു ടേബിളാണ് ഭൂനികുതി വ്യവസ്ഥയും നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ. അപ്പോൾ ഈ ടേബിളിൽ തന്നിട്ടുള്ളതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയൊക്കെയായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയിരുന്നു. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യയിലെ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. നോക്കൂ, ഇത് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പൊ ഈ മഹൽവാരി വ്യവസ്ഥ നോക്കൂ, വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് മരുഭൂമി പ്രദേശമായ രാജസ്ഥാനൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗമാണ് അല്ലെ. അപ്പൊ അവിടെ എന്താ കാണപ്പെടുക? മണലാണ് അല്ലെ. അപ്പൊ മഹൽവാരി എന്നല്ല മണൽവാരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയില് നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ്? മഹൽവാരിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റൈറ്റ് വാരി വ്യവസ്ഥ എവിടെയായിരുന്നു? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലായിരുന്നു. ക്ലിയർ അല്ലേ? നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർമാരാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ആരാണ്? സെമീന്ദാർമാരാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കോൺവാലിസ്. ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന രീതിയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന രീതിയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ഗ്രാമത്തലവന്മാരായിരുന്നു. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്ന ആരായിരുന്നു? ഗ്രാമത്തലവന്മാരായിരുന്നു. മഹൽ എന്ന വാക്കിനർത്ഥം ഗ്രാമം എന്നാണ്. മഹൽ എന്നാൽ ഗ്രാമം. നീലം കർഷക കലാപം നടന്നത് 1859. നീലം കർഷക കലാപം നടന്നത് 1859. നീലം കർഷക കലാപം നടന്ന സ്ഥലം എവിടെയാണ്? ബംഗാളിലാണ്. നീലം കർഷക കലാപം നടന്നത് ബംഗാളിലാണ്. 19-ാം നൂറ്റാണ്ടിൽ തെക്കേ മലബാറിലെ കർഷകർ നടത്തിയ കലാപങ്ങളാണ് മലബാർ കലാപം അഥവാ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിൽ തെക്കേ മലബാറിൽ കർഷകർ നടത്തിയ കലാപങ്ങൾ മലബാർ കലാപം അഥവാ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടു. മലബാറിലെ മുസ്ലിങ്ങൾ അറിയപ്പെടുന്നത് മാപ്പിളമാർ എന്നാണ്. മലബാറിലെ മുസ്ലിങ്ങൾ അറിയപ്പെടുന്നത് മാപ്പിളമാർ. മാപ്പിള കലാപ സമയത്ത് മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലി. മലബാർ കലാപ സമയത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആരായിരുന്നു? കനോലി. മലബാർ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP. മലബാർ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP. മലബാർ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപങ്ങളെ പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കലാപങ്ങൾക്ക് കാരണമായി കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കലാപങ്ങൾക്ക് കാരണമായി കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഭൂനികുതി വ്യവസ്ഥയും നടപ്പിലാക്കിയ പ്രദേശങ്ങളുമാണ് തന്നിരിക്കുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങൾ. റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർമാരായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചെടുത്തിരുന്ന രീതിയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന രീതിയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ഗ്രാമത്തലവന്മാരാണ്. മഹൽ എന്ന വാക്കിനർത്ഥം ഗ്രാമം എന്നാണ്. നീലം കർഷക കലാപം നടന്നത് 1859. നീലം കർഷക കലാപം നടന്ന സ്ഥലം ബംഗാളാണ്. 19-ാം നൂറ്റാണ്ടിൽ തെക്കേ മലബാറിൽ കർഷകർ നടത്തിയ കലാപങ്ങളാണ് മലബാർ കലാപങ്ങൾ അഥവാ മാപ്പിള കലാപങ്ങൾ. മലബാറിലെ മുസ്ലിങ്ങൾ അറിയപ്പെടുന്നത് മാപ്പിളമാർ. മാപ്പിള കലാപ സമയത്ത് മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലി. മലബാർ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ് അഥവാ MSP. മലബാർ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കലാപങ്ങൾക്ക് കാരണമായി കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം.
ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്രജന വിഭാഗമാണ് സാന്താൾമാർ. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്രജന വിഭാഗമാണ് സാന്താൾമാർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ദു കാനു എന്നിവരാണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ദു കാനു എന്നിവരാണ്. സാന്താൾ കലാപം നടന്നത് 1855. സാന്താൾ കലാപം നടന്നത് 1855. കുറിച്യ കലാപം നടന്നത് 1812. കുറിച്യ കലാപം 1812. കുറിച്യ കലാപം നടന്ന സ്ഥലമാണ് വയനാട്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്രജന വിഭാഗമാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്രജന വിഭാഗമാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതാവാണ് രാമനമ്പി. കുറിച്യ കലാപ സമയത്തെ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു TH ബേബർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? TH ബേബറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് TH ബേബർ. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷര ഗോത്ര ജനത നടത്തിയത്. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് ആണ്. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷര ഗോത്ര ജനത നടത്തിയത്. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് ആണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് വില്യം ബെൻഡിക് പ്രഭുവാണ്. നോക്കൂ, എല്ല് ബെൻഡായി എന്ന് കണക്ട് ചെയ്യണേ. വില്യം ബെൻഡിക് പ്രഭുവാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് വില്യം ബെൻഡിക് പ്രഭുവാണ്. വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിന്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ജർഗൻ കുർസിയാസ്കി. ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണ് ഇദ്ദേഹം. നോക്കൂ, ഇത്തരം കോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്താ പറയുന്നത്? വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിന്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ജർഗൻ കുർസിയാസ്കി. അദ്ദേഹം ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെ. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ വെച്ചാണ്. 1857 കലാപം ഉണ്ടാക്കാനിടയായ കാരണം സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചരണം. പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനു നേരെ വെടിയുതിർത്ത ബംഗാളിലെ ബരക്പൂരിൽ നിന്നുള്ള സൈനികനാണ് മംഗൾ പാണ്ഡെ. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാൻ കാരണമായ സംഭവമാണ് 1857 കലാപം. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാൻ കാരണമായ സംഭവമാണ് 1857 കലാപം. 1857 വിപ്ലവത്തിന്റെ നേതാക്കൾ: ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൗ, അവധ് എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം.
ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്രജന വിഭാഗമാണ് സാന്താൾമാർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ദു കാനു. സാന്താൾ കലാപം നടന്നത് 1855. കുറിച്യ കലാപം നടന്നത് 1812. കുറിച്യ കലാപം നടന്ന സ്ഥലം വയനാട്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്രജന വിഭാഗമാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതാവാണ് രാമൻ എം പി. കുറിച്യ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്നു ടി.എച്ച്. ബേബർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ടി.എച്ച്. ബേബർ. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷര ഗോത്രജനത നടത്തിയത്. ഇന്ത്യയിലെ ഗോത്രകലാപങ്ങളെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ചരിത്രകാരനായ കെ. സുരേഷ് സിംഗ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് വില്യം ബെന്റിക് പ്രഭു. വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരയിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിന്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസിയാസ്കിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് 10. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെ. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ വെച്ചാണ്. 1857 കലാപം ഉണ്ടാകാനിടയായ കാരണം സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചരണം. പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെതിരെ വെടിയുതിർത്ത ബംഗാളിലെ ബരക്പൂരിൽ നിന്നുള്ള സൈനികനാണ് മംഗൾ പാണ്ഡെ. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാൻ കാരണമായ സംഭവമാണ് 1857 കലാപം. 1857 വിപ്ലവത്തിന്റെ നേതാക്കളായിരുന്നു ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ നേതൃത്വം നൽകിയ റാണി ലക്ഷ്മിബായി, ലക്നൗ, അവധ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ നേതൃത്വം നൽകിയ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധം അറിയപ്പെടുന്നതാണ് ദേശീയത. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധം അറിയപ്പെടുന്നതാണ് ദേശീയത. INC രൂപീകരിച്ചത് 1885 ഡിസംബറിലാണ്. ഡിസംബർ 28. INCയുടെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായി ബംഗാൾ വിഭജിച്ചത് 1905 ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതിയാണ് സ്വദേശി പ്രസ്ഥാനം. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതിയാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട കമ്പനികളാണ് ബംഗാളിലെ കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട കമ്പനികളാണ് ബംഗാളിലെ കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് VO ചിദംബരം പിള്ള. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് VO ചിദംബരം പിള്ള. 1906 ആസ്ഥാനം തൂത്തുക്കുടി. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്, ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകനാണ്. ഇത്തരത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വാലന്റീൻ ഷിറോൾ ആണ്. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റീൻ ഷിറോൾ. ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധം അറിയപ്പെടുന്നത് ദേശീയത. INC രൂപീകരിച്ചത് 1885 ഡിസംബർ 28. INCയുടെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72.
ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയ ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ച ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായി ബംഗാൾ വിഭജിച്ചത് 1905. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതിയാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട കമ്പനികളാണ് ബംഗാളിലെ കെമിക്കൽ സ്റ്റോഴ്സ്, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് VO ചിദംബരം പിള്ള. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് VO ചിദംബരം പിള്ള. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. ആസ്ഥാനം തൂത്തുക്കുടി. കപ്പിലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന VO ചിദംബരം പിള്ള. ലാൽ പാൽബാൽ എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകനും ലാലാ ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റീൻ ഷിറോളാണ്. ആരാണ്? വാലന്റീൻ ഷിറോളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഏകദേശം ഒരു 75% എന്ത് കഴിഞ്ഞു? നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്